ഇനി നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ വരട്ടിയത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാനും പറ്റും. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനും. ഇതുപോലെ നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ആദ്യം നമുക്ക് ഇതുപോലെ അടി കട്ടിയുള്ള ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ഇനി നമുക്കിതിലേക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 കിലോ ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത ചെമ്മീനാണ്. ഇതിൻ്റെ സൈഡൊക്കെ വരിഞ്ഞ് ഇതിൽ കറുപ്പ് കളറിലുള്ള നൂലൊക്കെ എടുത്ത് കളഞ്ഞതാണ്. ഇനി നമുക്കിതിലേക്ക് 4 പച്ചമുളക് ഇതുപോലെ നടു കീറിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 സവാള നീളത്തിൽ അരിഞ്ഞതിട്ട് കൊടുക്കാം. വലിയ സവാളയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തത്. 2 വലിയ സവാള എടുത്തിട്ടുണ്ട്. അത് കൊത്തിയരിയേണ്ട ആവശ്യമൊന്നുമില്ല, ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ഇതുപോലെ ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. സവാള ഇഞ്ചിയൊക്കെ എണ്ണയിൽ വഴട്ടാതെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ലെന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഒരു 5-6 മിനിറ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഇത് നമ്മൾ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മാത്രം മതി. നമ്മളിതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. സവാളയിൽ നിന്നും തക്കാളിയിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്ന വെള്ളം കൊണ്ട് ഇത് വെന്ത് വന്നിട്ടുണ്ടാകും. ഒരു 5-6 മിനിറ്റ് നമ്മളിതിൽ അടച്ച് വെച്ച് വേവിച്ചാൽ മതി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് തുറന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആയി വരുന്നവരെ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുക. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് 1 ടേബിൾ സ്പൂൺ മാത്രം ചേർത്തിട്ടുള്ളത്. മുളക് പൊടി കുറച്ചുകൂടെയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു കളറും കിട്ടും, നല്ലൊരു ടേസ്റ്റൊക്കെ തന്നെ ആയിരിക്കും. എരിവ് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെയൊക്കെ മുളക് പൊടി ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് ഡ്രൈ ആയി വരുന്നവരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനും. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കിയെടുക്കാനും പറ്റും. ഇതുപോലെ നിങ്ങൾ ചെയ്തിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്